മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ സമയത്ത് ഉമ്മയും വാപ്പയാണ്. ഉമ്മാക്കും വാപ്പാക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ നബി തങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുമെന്നാണ്. മക്കൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത ചില സമയമുണ്ട്, മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കാത്ത ചില സമയമുണ്ട്. സിറാത്ത് പാലം കിടക്കുമ്പോൾ ആരും ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പാലം കടന്നതിൻ്റെ ശേഷമാണ് എൻ്റെ വാപ്പ എവിടെയെന്ന് കുട്ടികൾ ആലോചിക്കുക, എൻ്റെ മോൻ എവിടെയെന്ന് വാപ്പ ആലോചിക്കുക. അതിൻ്റെ മുമ്പ് മഹ്ശറയിൽ ഹിസാബിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ മക്കൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുമെന്നുണ്ട്. മൂത്ത മകൻ ചോദിക്കും, മൂത്ത മകൻ പറയും, വാപ്പാട് വാപ്പ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നാക്കിയതുപോലെ ആഖിറത്തിലും ഒന്നാക്കി തന്നല്ലോ എന്ന് മൂത്ത മകൻ പറയുമെന്നാണ്. അപ്പം മഹ്ശറേന്ന് കാണും, പക്ഷെ പാലം കടക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പാലം കടന്നതിൻ്റെ ശേഷം പിന്നെ കുട്ടികൾ പടച്ചോൻ്റെ വാപ്പ എവിടെ, വാപ്പയമ്മീൻ്റെ മക്കളെവിടെ, അങ്ങനെ ആലോചിക്കും. എന്നാൽ പാലം കടക്കുമ്പോൾ ഓർമ്മയുള്ള ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് എങ്ങനെ നമ്മൾ ചുരുക്കി കൂട്ടിയാലും 50,000 കൊല്ലം ഉണ്ടാവുന്നതാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 50,000 വർഷമാണ്. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആൾ 50,000 കൊല്ലം കിടക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ സിറാത്ത് പാലം അവസാനത്തെ ആളും കയറിയിട്ടുള്ള പാലെടുത്തേക്കുക. അപ്പോൾ ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലം ഉണ്ടാവും. അവസാനത്തെ മനുഷ്യനും നരകത്തിൽ നിന്ന് കയറുന്നത് വരെ പാലത്തിൻ്റെ അടുത്ത് ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, പഠിച്ചോനെ ഓനെ കഴിച്ചിലാക്കുമെന്ന് മുഹമ്മദ് നബി പറയും സല്ലല്ലാഹു. ഒരിക്കൽ ഒരു സഹാബി വര്യൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കണ്ടുമുട്ടണം. അതിനുവേണ്ടി ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? മഹ്ശറയിൽ നിനക്ക് നിങ്ങളെ കാണണം, പറ്റൂല കാണാതിരിക്കാൻ, അതുകൊണ്ട് ഞാൻ എവിടെ തരാം? നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്ശറയിലെ നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ ഞാൻ ഉണ്ടാവും. ആ സഹാബി ചോദിച്ചു, പൊന്നാര നബിയെ, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതു നബിയേ? അതിൽ പറഞ്ഞു, ആ ഏട് തൂക്കണ ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് എന്തായാലും എന്നെ കാണും. ആ സഹാബി വര്യൻ ചോദിച്ചു, പൊന്നാര നബിയെ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാനിൻ്റെ അടുക്കലും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം വിതരണം ചെയ്യുന്ന കൗസർ എന്ന ഒരു ഹൗദുണ്ട്. ആ ഹൗദിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാം. സഹാബി ചോദിച്ചു, പൊന്നാര നബിയെ, ഹൗദിൻ്റെ അടുത്തൊന്നും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് പ്രവാചകരേ? അതിൽ പറഞ്ഞു, സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ ഒരിക്കലും കാണാതെ പോകില്ല, എല്ലാവരും കാണും. അവസാനത്തെ മനുഷ്യനും പാലം കടക്കുന്നത് വരെ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പഠിച്ചോനെ ഓനെ രക്ഷപ്പെടുത്തി, അവനെ കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമെന്നാണ്. വാപ്പ നോക്കൂല, ഉമ്മ നോക്കൂല, മക്കള് മാതാപിതാക്കളെ നോക്കൂല, ഒക്കെ പാലം കടന്നതിൻ്റെ ശേഷം ആലോചിക്കും, വാപ്പ എവിടെ, ഉമ്മ എവിടെയെന്ന്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി നമുക്ക് അല്പം മദ്ഹുൻ നബി പറഞ്ഞിട്ടേ വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതന്നെയുള്ള വിഷയം എന്ന് പറയുന്നത്. വേറെന്ത് വിഷയ ലോകത്തുള്ളത്? പറഞ്ഞാൽ തീരാത്തൊരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പറഞ്ഞാലും തീരൂല, എത്ര പറഞ്ഞാലും തീരൂല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. തൊള്ളേതെ തുപ്പലം മാത്രം പഠിച്ചാൽ മതി നബിനെ മനസ്സിലാക്കാൻ, വേറൊന്നും പഠിക്കണ്ട എന്നാണ്. ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയി ഉമ്മയുടെ കൂടെ. മദീനയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു.
മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകങ്ങൾ പോകുന്ന റൂട്ടിലാണ് അബവാ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. നാഷണൽ ഹൈവേയിലല്ല, റോഡല്ല, വണ്ടി പോണ റൂട്ടിലല്ല. അബവാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഒരു മകന് ഉമ്മാനെ മറവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് മണൽക്കാടുകളിലൂടെയുള്ള യാത്ര, പൊടിപടലങ്ങൾ പറ്റിയിട്ട് നബിതങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം ബാധിച്ചു, ചോരർക്കം കണ്ണുക്ക്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കത്തെത്തിയപ്പോ മക്കാരാ സമയത്തൊരു യോഗം വിളിച്ചു, രക്ഷിതാക്കളെ മീറ്റിംഗ്. എന്താ മീറ്റിങ്ങിലെ ചർച്ച? വാപ്പിയമ്മില്ലാത്ത കുട്ടിയല്ലേ, നമ്മളങ്ങനെ എന്തേലും കാട്ടിയാൽ പറ്റൂല, ഏറ്റവും കാര്യപ്പെട്ട ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന പോലെ തീരുമാനം. അന്ന് ആ നാട്ടില് ഹാരിസ് ബിനു കൽദ എന്ന പേരായിട്ടൊരു വൈദ്യനുണ്ടായിരുന്നു. അയാള് പൂർവകാലത്ത് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന ഒരാളായിരുന്നു. ഏറ്റവും പുരാതനമായ വൈദ്യശാഖയാണ് ഗ്രീക്ക് വൈദ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ യുനാനിയാണത്, പഴയ ഗ്രീക്ക്. ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന, ഗ്രീക്ക് വൈദ്യം അറിയാവുന്ന ഹാരിസ് ബിനു കൽദ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഫേമസ് ആയ ഡോക്ടറാണ്. കാണണമെങ്കിൽ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ 1 മാസം മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് പറയാം, എന്നാലിപ്പോൾ സംഗതി മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഡോക്ടറാണ്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ് എന്നൊക്കെ പറയാം. റഫറൻസ് ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ. അതാണ് ഹാരിസ് ബിനു കൽദ. മൂപ്പരടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദണ്ണം ചെങ്കണ്ണാണ് കൊണ്ടുപോണത് വലിയ ഡോക്ടറെ അടുത്തേക്ക്. കാരണം അങ്ങനെ പറ്റുള്ളൂ. വാപ്പിയമ്മയില്ലാത്ത കുട്ടീനെ നമ്മൾ എന്തേലും ചെയ്തു എന്ന് നാട്ടുകാർ പറയില്ലേ. അതുകൊണ്ട് വലിയ ആശുപത്രി തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഹാരിസ് ബിനു കൽദയുടെ അടുക്കൽ കൊണ്ടുചെന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വൈദ്യൻ ഒരു ഉയരത്ത് ഇങ്ങനെ കയറ്റി നിർത്തി. തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചു. അവസാനം കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്തുകൊണ്ട് കണ്ണിൽ തേച്ച് കൊടുത്തതോടുകൂടി ചെങ്കണ്ണ് മാറി. നബി തങ്ങളെ മനസ്സിലാക്കാൻ തോനൊന്നും വേണ്ട, തൊള്ളേത്ത് തുപ്പല മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കട്ടെ. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു. കൂടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സൗരപർവ്വതത്തിന്റെ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. ഗുഹയിലേക്ക് കയറാൻ സമയത്ത് സിദ്ദീഖ് തങ്ങൾക്ക് തോന്നി, ഗുഹയിൽ വല്ല സർപ്പങ്ങളോ തേളുകളോ ഇഴജന്തുക്കളോ ക്ഷുദ്രജീവികളോ വിഷമുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ നബിതങ്ങളെ കടിക്കാൻ ഇടവന്നാൽ പിന്നെ സിദ്ദീഖ് എന്തിനാ ജീവിച്ചിരിക്കണത് എന്ന് തോന്നി. അതുകൊണ്ട് നബി ഞങ്ങളവിടെ നിൽക്കി, ഞാനൊന്ന് പോയോക്കട്ടെ പറഞ്ഞു. അങ്ങനെ മൂപ്പരാദ്യം ഗുഹയിൽ കയറി. കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് കീറിയെടുത്ത് ഗുഹക്കകത്തെ എല്ലാ മാളങ്ങളും അടച്ചു. അവസാനം ഒരു പൊത്ത് ബാക്കിയായപ്പോ കാലിന്റെ പെരുവിരൽ അതിലേക്ക് തിരികെ വെച്ചിട്ട് നബി തങ്ങളെ വിളിച്ചു. നബി അങ്ങോട്ട് വരികയായിരുന്നു. വിളിച്ചു. ക്ഷീണം കൊണ്ട്, ദിവസങ്ങളോളം ഉറങ്ങാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്നു പോയ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖിന്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. അള്ളാന്റെ റസൂലിനെ കാണണമെന്ന് കരുതി വന്ന സർപ്പം എല്ലാ ഓട്ടന്റെ അടുത്തും പോയി നോക്കുമ്പോ അടച്ചിട്ടുണ്ട്. അവസാനം ഒരു ദ്വാരം കണ്ടപ്പോ അതിൽ കാലിന്റെ പെരുവിരൽ കണ്ടപ്പോ ശക്തമായി ആഞ്ഞുകൊത്തി. സിദ്ദീഖ് കാലെടുത്തില്ല. വേദന ശക്തമായപ്പോ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റി വീണ 2 ഇറ്റ് കണ്ണുനീര് മുസ്തഫായ നബി തങ്ങളുടെ പൂമുഖത്ത് വീണപ്പോ അള്ളാന്റെ റസൂല് ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, മാലക്കയാ സിദ്ദീഖ്, സിദ്ദീഖ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കാലുമ പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞു. ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്തിട്ട് ഒന്ന് തേച്ചു കൊടുത്തു, മാറി. നബി തങ്ങളെ പഠിക്കാന് തൊള്ളേത് തുപ്പലം പഠിച്ചാൽ മതി എന്ന്. എത്ര സംഭവം. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ ഭക്ഷണം വല്ലതും കഴിച്ചോ? മോള് പറഞ്ഞു, വാപ്പാ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല. നബി തങ്ങളുടെ കീശയാണെങ്കിൽ കാലിയാണ്, ഒന്നും എടുത്തുകൊടുക്കാനില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ മാനസിക വിഷമത്തിലായി.
വല്ല ജോലിയും ചെയ്ത് ഫാത്തിമാക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് തീരുമാനിച്ച് അവിടുന്ന് ഇറങ്ങി. കുറേ വീട്ടുകൾ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി. ഇവിടെ വല്ല ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു. ആരും ഒരു ജോലിയില്ല. അവസാനം ഒരു ജൂതന്റെ പേരയിലെത്തി. ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു. വെള്ളം കോരലാണ് പറഞ്ഞു. വെള്ളം കോരലാണ് എന്ന് പറഞ്ഞു. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാം, അതാണ് കൂലി. ഭയങ്കര ആഴമുള്ള കിണർ, ആഴമേറിയ കിണറാണ്. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാം എന്ന് പറഞ്ഞു. വെള്ളം കോരാൻ നിന്നു. 14 ബക്കറ്റ് വെള്ളം കോരിയപ്പോ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് താഴേക്ക് വീണു. ജൂതന് ദേഷ്യം വന്നു. കാരണം ഈ കിണറ്റിക്ക് ഇറങ്ങാൻ ഒരു മനുഷ്യനെ കിട്ടൂല, ആയാതി ആഴമുള്ള കിണറാണ്. അയാൾക്ക് ദേഷ്യം വന്ന അയാളോട് വന്നാണ്ട് നബി തങ്ങളെ ഒരൊറ്റ അടിയാണ് കൊടുത്തു മോത്ത്. എന്നിട്ട് അയാൾ അങ്ങാടിക്ക് പോയി കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങാടി പോയിട്ട് ആ കിണറാ ഞങ്ങൾ വരില്ലായിരുന്നു. യൂണിയൻകാരെല്ലാവരും ഒറ്റൊന്നും വന്നില്ല. കുറേ യൂണിയൻകാരുണ്ടായിരുന്നു, ഒറ്റൊന്നും വന്നില്ല. കാരണം അത്രയും ആഴമുള്ള കിണറാണ്. മൂപ്പര് ദേഷ്യം പിന്നെയും കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ്. വന്നോക്കുമ്പോണ്ട് ബക്കറ്റ് കരക്കങ്ങനെ കിടക്കണം. അത് മൂപ്പരിങ്ങനെ ആലോചിച്ചു. അപ്പൊ വന്നത് ആരായിരുന്നു? പറഞ്ഞിട്ട് നോക്കുമ്പോൾ മുഹമ്മദ് ആവാനുള്ള സാധ്യത ഉണ്ട്. ലക്ഷണമൊക്കെ നോക്കുമ്പോൾ ആലോചിക്കണോടത്തോളം ഉറപ്പായി വന്നത് മുഹമ്മദാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് വാള് കണ്ടെടുത്തു. കുറേന്ന് ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈയാണ് മുറിച്ചു. മുഹമ്മദിനെയാണ് അടിച്ചയച്ച ഇനി കൈ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. രക്തം വാർന്നൊഴുകി ബോധരഹിതനായ അയാൾ കിടന്നു. കിണറുംകരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്നുകൊണ്ട് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മതിലിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയായിരുന്ന രണ്ടുപേര് മതിലിന്റെ അപ്പുറത്ത് നിന്ന് വെള്ളവും രക്തവും ഒഴുകി വരുന്നത് കണ്ടപ്പോൾ അവർ എത്തി നോക്കി. ഒരാൾ ബോധരഹിതനായി കിടക്കുന്നുണ്ട്. ഒരു ചാടി ചെന്നു. കുറച്ച് വെള്ളമൊക്കെ സംഘടിപ്പിച്ച് മുഖത്ത് കുടഞ്ഞു കുടിക്കാനോ കൊടുത്തപ്പോൾ മൂപ്പര് നീച്ചേക്കിനെ അറ്റ് കിടക്കുന്ന കയ്യിനെടുത്തുങ്ങാണ്ട് ഓടി ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നിന്നെ അടിച്ച കൈ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യാണ് കൊടുത്തു. നബി തങ്ങൾ അതിന് വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചുങ്ങാണ്ട് സെറഫാക്കപ്പെട്ട ഉമ്മനീരെടുത്താണ് തേച്ചു കൊടുത്തു. അപ്പം മാത്രം പഠിച്ചാൽ മതി, എന്നാൽ തന്നെ തിരിയും സംഗതി. പക്ഷെ അതിന് ഒരു ഇത് മാത്രമേ ഉള്ളൂ, സുന്നി ആവണം, എന്നാലേ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ പഠിക്കൂല. അല്ലെങ്കിൽ ഇപ്പം എന്താ അത് മാത്രം എത്രത്തോളം പഠിക്കാനുള്ളതെന്ന് തോന്നും. എന്താ ഈ തുപ്പലൊക്കെ എത്രത്തോളം പഠിക്കാനുള്ളതെന്ന് തോന്നും. അത് പഠിക്കാൻ പറ്റണമെങ്കിൽ സുന്നി ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി. ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖൈബർ യുദ്ധം മുറഹിബ് രാജാവിനോടാണ് ഖൈബർ യുദ്ധം. ഭയങ്കര ധീരനാണ്, ഒരുപാട് പട്ടാളുള്ള ആളാണ് മുറഹിബ് രാജാവ്. നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി ചെന്നപ്പോൾ മൂപ്പര് എന്ത് പണി ഒപ്പിച്ചു വെച്ചാല്, മൂപ്പര് ഒരു 3-4 മാസം കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണവും കുറച്ച് ഒട്ടകങ്ങളും ആടുകളും വെള്ളവും ഒക്കെ കൂടിയായിട്ട് കോട്ടന്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് വായിലാണ്ട് അടച്ചു. പുറത്തേക്ക് വന്നില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറത്തു വന്നിട്ട് ഇങ്ങനെ നിന്നു. 2 ദിവസം കഴിഞ്ഞു, ഇവര് വരുന്നില്ല. 2ാമത്തെ ദിവസം ഒരു പണിയെടുത്തു. പുറത്തുള്ള ഈത്തപ്പനമര പോലെ തിരക്കുന്ന ഇങ്ങനെ മുറിച്ചാൻ തുടങ്ങി. ഈറ പിടിച്ചിട്ടേലും ഓല ഇറങ്ങട്ടെ എന്ന് എഴുതിയിട്ട് ഇറങ്ങിയില്ല. ഈത്തപ്പനമരൊക്കെ ഇങ്ങനെ മുറിച്ചു. അത് കണ്ടിട്ടേലും ഓല ഈറ പിടിച്ചിട്ട് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യാലോ. ഇറങ്ങിയില്ല. അവസാനം ഒരു ദിവസം രാത്രിയില് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, നാളെ നേരം പുലരുമ്പോ ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും. അയാള് കാരണമായി ഖൈബർ നമുക്ക് ഫതഹായി കിട്ടുന്നതാണ്. നാളെ ഞാൻ ഒരാളെടുത്ത് കൊടി കൊടുക്കും, നാളെ നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ആരും പോണില്ല, ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റാണ് അവിടെ നിന്നിട്ട്. ആ കൊടി കിട്ടുന്ന ദിവസമാണല്ലോ ഇന്ന്. ഏത് കൊടി? ജയിച്ചിന കൊടി. അതിന് ഇഷ്ടം പോലെ ആളുണ്ടാവും. ഇന്ന് ജയിക്കും എന്ന് പറഞ്ഞാണല്ലോ, അന്ന് എന്തായാലും ജയിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരും പോണില്ല. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, അലി എവിടെയെന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, തീരെ സുഖല്ല, കിടക്കുകയാണ് പറഞ്ഞു. ഒരു നിലക്കും സുഖല്ല, കിടക്കുകയാണ് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, അലി എവിടെയെന്ന് ചോദിച്ചു. നബിയെ വരാൻ കഴിയൂല, തീരെ സുഖല്ല പറഞ്ഞു. ഓല തീരൊക്കെ ഭയങ്കര തെക്കീതുള്ള തീരെയാണ്. കാരണം അതാ കൊടിയിട്ടണല്ലോ, അതല്ലോ.
നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പോയിട്ട് അലിനെ കൂട്ടിക്കൊണ്ടിരിയർന്നു. അലിനെ കൂട്ടിക്കൊണ്ടിരിയർന്നു. സഹാബത്ത് പോയി അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ താങ്ങിക്കൊടുന്ന് നടക്കാൻ വയ്യ. കണ്ണ് ചോര വന്നിട്ട് കണ്ണ് മീക്കാൻ വയ്യ. 2 കണ്ണും ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊടുന്നു. കണ്ണിങ്ങനെ പൊളിച്ചിട്ട് സറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് കണ്ട് തേച്ചു കൊടുത്തു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദൂര സ്ഥലത്തുകൂടെ പാറിക്കൊണ്ടിരിക്കുന്ന പരുന്തുകൾക്ക് താഴെ ഇങ്ങനെ പതുങ്ങിപ്പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എപ്രകാരം തിരിച്ചറിയാൻ കഴിയുമോ, അതിനേക്കാൾ കൂടുതലായി എനിക്ക് അതിനുശേഷം കാഴ്ചശക്തി ഉണ്ടായി. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ഒരൊറ്റ സംഭവം പഠിച്ചാൽ മതി.